ഇന്ന് നമുക്ക് ബനാന ഐസ്ക്രീം ഡെസേർട്ട് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് 2 ബനാന വളരെ കനം കുറച്ച് നീളത്തിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ എടുക്കുക. ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ അല്പം ബട്ടർ ഒഴിച്ച് അതിലേക്ക് ഈ ഏത്തയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കുക. അതിൽ 2 സ്പൂൺ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനിയിൽ കിടന്ന് ഏത്തയ്ക്ക ബട്ടറും ഉണ്ട് അതിനോടൊപ്പം നന്നായി വെന്ത് കഴിയുന്ന ആ ഒരു സമയത്ത് ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്ന സമയത്ത് ഒരു 4 ഏലയ്ക്ക പൊടിച്ചത് അതിൻ്റെ പുറത്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ആ ചെറിയ കുരു പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം കാഷ്യൂവും അതുപോലെ തന്നെ കിസ്മസും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വരണ്ട് കഴിയുന്ന സമയത്ത് നമുക്ക് 2 സ്പൂൺ തേങ്ങ നന്നായി ചിരകിയത് അതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പം നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ മാറ്റിയെടുത്ത ഏത്തയ്ക്കയെ നമുക്ക് വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വാനില ഐസ്ക്രീം നന്നായിട്ട് അതിന് മുകളിലായിട്ട് വെൽക്കുക. ഒരു അല്പം തേനും കൂടെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം രുചി കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് അല്പം തേനും അതിനകത്ത് ചേർത്തു. ഇങ്ങനെ നമുക്ക് ബനാന ഐസ്ക്രീം ഡെസേർട്ട് നമുക്ക് തയ്യാറാക്കാം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.